ആദ്യം ഫാദർ ജോൺസൺ തേക്കടയിൽ. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജും പി സി ജോർജും അതിശക്തമായ ഭാഷകളിലാണ് പ്രതികരിച്ചത്. ഇങ്ങോട്ട് വേണ്ടെങ്കിൽ അങ്ങോട്ടുമില്ല എന്ന രീതിയിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇന്നാകുമ്പോൾ ഷോൺ ജോർജ് പറയുന്നു ദീപിക മുഖപത്രത്തിനെതിരെയാണ് പറഞ്ഞത്, പത്രം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയാണ് എന്ന് പറഞ്ഞ് മയപ്പെടുത്തുന്നുണ്ട്. ആ രീതിയിൽ അതിനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ അതിനെ ഉൾക്കൊള്ളുന്നുണ്ടോ? അങ്ങനെയാണ് ഇത് മുഖപത്രത്തിനെതിരായ വിമർശനം എന്ന നിലയിൽ ചുരുക്കുന്നുണ്ടോ? അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? രേണുക, ന്യൂസ് 18 ഈ വിഷയം എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ശ്രീ പി സി ജോർജ് സാറും അദ്ദേഹത്തിന്റെ മകൻ ഷോണും മത്സര രംഗത്തുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവരുടെ പ്രാഗൽഭ്യം രാഷ്ട്രീയപരമായിട്ട് വളരെയധികം ശ്രദ്ധ നേരിടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന രണ്ട് കാൻഡിഡേറ്റ്സ് ആയിരുന്നു. അവര് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടല്ലല്ലോ മത്സരിച്ചത്. അവർ മത്സരിച്ചത് BJP-യുടെ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ ഈ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തുടനീളവും നമ്മുടെ സംസ്ഥാനത്തും ആരും അങ്ങനെ മതത്തിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സഭ ഇന്ന ആളുകളെ ഞങ്ങളുടെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞ് ആരും നിർത്തിയായിട്ട് എന്റെ അറിവിലില്ല. അവര് രാഷ്ട്രീയപരമായിട്ടുള്ള കണ്ടസ്റ്റിൽ അവർക്ക് നേടാവുന്നിടത്തോളം വോട്ടുകൾ നേടാൻ തക്കവണ്ണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഇലക്ഷന്റെ 2 ദിവസങ്ങൾ മുമ്പ് തന്നെ നമുക്കറിയാവുന്ന പോലെ പ്രിയപ്പെട്ട പി സി ജോർജ് സാറും അദ്ദേഹത്തിന്റെ മകൻ ഷോണും ഒക്കെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വളരെ ശക്തമായി കിടക്കുകയാണ്. ഞാൻ എൻ്റെ ഓർമ്മയെ കുറച്ച് പിന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ശ്രീ പി സി ജോർജ് സാറ് കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് BJP-യിൽ കയറുന്നതിനൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം 2 പ്രാവശ്യം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രിജിയെ കുറിച്ച് 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു മോഡിജി ആണ് ഏറ്റവും നല്ല വ്യക്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞത്, ഞാൻ വിചാരിച്ചു മോഡി ഒരു നല്ല ഭരണാധികാരി ആയിരിക്കുന്നു, എന്നാൽ അദ്ദേഹത്തെ പോലെ ഇത്രയും മോശപ്പെട്ട ഒരു ഭരണാധികാരി ഇന്ത്യ കണ്ടിട്ടില്ല എന്നും ഇതേ പി സി ജോർജ് സാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാടുകളും ഷോൺ ജോർജിന്റെ നിലപാടുകളും കൂടെ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് സഭ അവരെ താങ്ങുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും അവരെ പുകഴ്ത്തുകയും അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യണമെന്നൊക്കെ അവരെ കാംക്ഷിച്ചാൽ അതെങ്ങനെയാ സാധിക്കുക? നമുക്കൊക്കെ അപ്പ കാണുന്നതിനെ കയറി അപ്പ എന്ന് വിളിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണല്ലോ. നമുക്കൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നവരാണ്. അപ്പോൾ അതിന് ക്രിസ്തീയ സഭയോ സഭയുടെ മെത്രാന്മാരെയോ അച്ഛന്മാരെയോ അല്ലെങ്കിൽ അതിന്റെ ചുമതലക്കാരെയോ ഒക്കെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമുണ്ടോ? തങ്ങൾക്ക് വോട്ട് കുറയാൻ കാരണം അവര് വേണ്ടുന്ന പോലെ ജനം അംഗീകരിച്ചില്ല എന്നുള്ള ആ ഒരു ബോധ്യം അവരിൽ ഉണ്ടാകുകയും സഭയോ സഭയുടെ നേതൃത്വ നിരയോ കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്യുകയായിരുന്നു ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഇനി അത് ദീപിക പത്രവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ അതിന്റെ പ്രധാന ചുമതലക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരാരും ഇവരെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല സംസാരിച്ചത്. അവര് പ്രത്യേകിച്ച് ഇന്നത്തെ എഡിറ്റോറിയലിലൊക്കെ വന്നിരിക്കുന്നത് മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ നയങ്ങളെ, ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ എടുത്ത് പറഞ്ഞ് സഭ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഹീനപ്രവർത്തികളിൽ ഇടപെടുകയില്ല, അത് പാടില്ല, സമൂഹത്തിന് നാശം വരുത്തുന്നതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ആ നിലപാടിനെ എടുത്തു പറഞ്ഞിട്ടാണ് പറയുന്നത്. അതിനെതിരെ ഏത് വ്യക്തിത്വങ്ങൾ മുണ്ടും മടക്കി ഉടുത്തു വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ചട്ടമ്പി തരവുമായിട്ടൊന്നും സഭയുടെ മുമ്പാകെയോ അല്ലെങ്കിൽ വിശ്വാസികളുടെ മുമ്പാകെയോ വന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന്. അപ്പൊ അതിന് ആ ഒരു പത്രത്തോട് മേക്കിട്ട് കയറിയിട്ട് കാര്യമല്ലോ ഉണ്ട്. പിന്നെ അവരുടെ, ഞാൻ കണ്ടത് ന്യൂസ് 18 തന്നെ പുറത്തുവിട്ടാണ്, അവരുടെ പരസ്യങ്ങളൊന്നും വന്നില്ല. പരസ്യം കൊടുത്തിരുന്നെങ്കിൽ വന്നേനെ. ഏത് പത്രത്തിലും പരസ്യം കൊടുക്കുമ്പോഴാണല്ലോ പരസ്യങ്ങൾ വരുന്നത്. ഇപ്പൊ ഓരോരുത്തരുടെയും നിലവാരം അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള അവരോർക്കറിയാം. അപ്പൊ അതിനൊക്കെ പത്രപ്രവർത്തകരെയും പത്രത്തെയൊക്കെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതുകൊണ്ടോ അതൊന്നും വിലപ്പോവുകയല്ല. പിന്നെ ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം ഷോൺ പറഞ്ഞതുപോലെ സഭയെ വേണ്ട എന്നോ സഭയ്ക്ക് അദ്ദേഹത്തെ വേണ്ട എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. സഭ എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകരായി സ്വീകരിച്ചവരുടെ കൂട്ടമാണ് സഭ. ആ സഭയിൽ ചേർക്കുന്ന കർത്താവാണ്, മനുഷ്യരല്ല. അപ്പോൾ ആ സഭയുടെ
ചുമതലക്കാരായിട്ടുള്ള പട്ടക്കാരോ മെത്രാന്മാരോ ഒക്കെ അവരെ ആത്മീയമായിട്ട് വളർത്താൻ വേണ്ടി നിയുക്തരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ ഇവർ പറയുന്ന അനുസരിച്ച് താളം തുള്ളുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയത്തക്കവണ്ണം അത്ര ഹീനമായി പോയോ അവരുടെ താമരപ്പൂവിന്മേലുള്ള ഇരിപ്പ് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ നമ്മളൊരു കാര്യം ഇപ്പോ അവർ ദീപിക മുഖപത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് ഷോൺ ജോർജ് ഈ വിഷയത്തെ ചുരുക്കുമ്പോൾ PC ജോർജ് പിന്നെയും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മെത്രാന്മാർ രാഷ്ട്രീയം പറഞ്ഞാൽ രാഷ്ട്രീയമായി തന്നെ താൻ നേരിടും എന്നതാണ് പറയുന്നത്. അദ്ദേഹം ആരാണ് ആ രീതിയിൽ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി പിതാവ് UDF വോട്ട് ചെയ്യാൻ പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ പിതാക്കന്മാർ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അഭിപ്രായ രൂപീകരണത്തിനും അല്ലെങ്കിൽ വോട്ട് ആർക്ക് ചെയ്യണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. മഠത്തിൽ വരെ വിളിച്ച് അത്തരം നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ രാഷ്ട്രീയം പറയുന്നവരെ രാഷ്ട്രീയമായി തന്നെ താൻ നേരിടും. അത് സഭയ്ക്കെതിരായ തന്റെ നീക്കമല്ല, രാഷ്ട്രീയം പറയുന്ന പിതാക്കന്മാർക്കെതിരെയാണ് എന്ന് PC ജോർജ് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഇടപെടലുകൾ നടക്കുന്നുണ്ടോ സഭാ നേതൃത്വത്തിൽ നിന്ന്? രേണുക, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ബിഷപ്പന്മാർക്കും എല്ലാ അച്ഛന്മാർക്കും എല്ലാ സന്യസ്തരായിട്ടുള്ള കന്യാസ്ത്രീകന്മാർക്കും അവരവരുടെ രാഷ്ട്രീയമുണ്ട്. അവരവർക്ക് ആ രാഷ്ട്രീയം വിശ്വസിക്കാനും അംഗീകരിക്കാനും അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നത്. എനിക്ക് എന്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, രേണുകയ്ക്ക് രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് ആരൊക്കെ പ്രവർത്തിക്കുമോ അവർക്കായിരിക്കും തങ്ങളുടെ വോട്ട് കൊടുക്കുക. അത് പരസ്പരം നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പലപ്പോഴും പറയും, ഇന്ന ആളുകളൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷെങ്കിൽ നമ്മുടെ ഇന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്ന് ചിലരൊക്കെ പങ്കുവെക്കാറുണ്ടായിരിക്കും. എന്നാൽ അത് അവനവന്റെ ഓരോ വ്യക്തികളുടെ ആഗ്രഹവും താല്പര്യവും അനുസരിച്ചാണ്. അതിന് ഇന്ന പോലെ ചട്ടക്കൂട്ടിൽ ഇന്ന ആളുകളെ ജയിപ്പിക്കണമെന്നൊന്നും അങ്ങനെ ഒരു സഭയും അങ്ങനെയൊന്നും ഒരു നിലപാടെടുത്തായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കറിയത്തുമില്ല. അപ്പം ഇത് ആരൊക്കെയോ അദ്ദേഹത്തോട് പറയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാജയ ഭീതി എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം വിജയിക്കണമെന്നുള്ളതാണ് എന്റെയും ആഗ്രഹം. അദ്ദേഹത്തിന്റെ പരാജയ ഭീതി ഉള്ളിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞാണോ പങ്കുവെച്ചാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് പറയുന്നതല്ലല്ലോ നാളെ അദ്ദേഹം പറയുക. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാക്കുകളും ഇന്നത്തെ വാക്കുകളും ഒന്നും തന്നെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇന്നലെ അദ്ദേഹം 2 ദിവസം മുമ്പ് പിതാക്കന്മാരെ എല്ലാം തന്നെ ഊളന്മാരെന്ന് വിളിച്ചതാണ്, അല്ലെ? ഊളന്മാരെന്ന് വിളിച്ചതാണ്. എന്നിട്ട് അത് മാറ്റി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് സ്വയമേ ഒരു തീരുമാന ശക്തിയില്ല. അദ്ദേഹത്തിന്റെ വായി തോന്നുന്നത് ആർക്കോ പാട്ടെന്നൊക്കെ നമ്മൾ കേൾക്കാറുള്ളത് പോലെ അങ്ങ് പറയുന്നു. അതിനകത്ത് യാതൊരു രാഷ്ട്രീയവുമില്ല, രാഷ്ട്രീയ ബോധവുമില്ല. അതിനാണ് ഞാൻ വളരെ നല്ലൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ പ്രധാനമന്ത്രിജിയെ പോലും അദ്ദേഹം വളരെ മോശമായിട്ട് BJP ചേരുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ ഇടക്കാലത്തൊന്ന് പോയിട്ട് NDA പോയിട്ട് ആ സമയത്ത് അദ്ദേഹം നല്ലതായിട്ട് വാഴ്ത്തിയതിന് ശേഷം അവിടുന്ന് തിരിച്ചു പോരാൻ നേരത്ത് അങ്ങനെ പറഞ്ഞ ആളാണ്. അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആരുടെ ചാക്കിനോടാണ് നമ്മൾ ഉപമിക്കേണ്ടതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ശരി. അപ്പോ ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ട് മടക്കി കുത്തി വന്നാലും ഇത് തന്നെ നിലപാടെടുക്കും എന്നതാണ് ദീപിക ഇന്ന് മുഖപ്രസംഗത്തിൽ പറഞ്ഞു നിർത്തിയത്. എനിക്ക് തോന്നുന്നു ഫാദറും അത് തന്നെയാണ്. അതെ, ഫാദറിന്റെ വാക്കുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ അവസരവാദത്തിനൊത്ത് നിലപാട് മാറ്റുന്നവരെ ആ നിലയിൽ തന്നെ കാണും എന്നതാണ് ഫാദറും പറഞ്ഞു വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ദയവായി തുടരുക. ശ്രീ നന്ദു, നന്ദു, ഇവിടെ ഇപ്പോ BJP ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താനുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അത് നമ്മൾ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ കാണുന്നതാണ്. അവിടെ എത്തുന്നു, അവരുമായി ചർച്ച നടത്തുന്നു, അവരുമായി സംവദിക്കുന്നു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒരു ലക്ഷ്യമാക്കി കണ്ട് പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. നിങ്ങൾ അധികാരപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് പാർട്ടിയിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നിരവധി പേരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തി ആ സന്ദേശം നൽകുകയും ഒക്കെ ചെയ്തു. അതിൽപ്പെട്ടവരാണ് ഷോൺ ജോർജും PC ജോർജും. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരുടെ പ്രസ്താവനകൾ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ അവർ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനകൾ BJPയെ വെട്ടിലാക്കുന്നതല്ലേ? അല്ല, അത് ഒരാൾക്ക് വ്യക്തിപരമായി അവരുടെ അഭിപ്രായം പറയുന്നതിന് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൂച്ചുലം കിടാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല. പക്ഷേ ഇതിനകത്തുള്ള നിങ്ങളുടെയൊക്കെ ഒരു നറേഷൻ, ആ നറേഷനാണ് തെറ്റ്. അതായത് ഇപ്പോൾ താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയോ? അപ്പോൾ പാളിയോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്നല്ലല്ലോ. അത് നിങ്ങളുമല്ല ഞാനുമല്ല. അത് പാളിയോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് മെയ് മാസം 4-ാം തീയതി. അതല്ലാതെ ഈ പാനലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇന്നത് പാളി എന്ന് പറഞ്ഞത് കൊണ്ട് അത് പാളിപ്പോവോ? ഒരിക്കലുമല്ല. പിന്നെ വോട്ട് ചെയ്യുന്നവൻ അവൻ്റെ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യത്തെ വെച്ചാണ് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലുമൊക്കെ 4 അക്ഷരം ഒരു പത്രത്തിലെ 4 കോളം വാർത്ത കണ്ടിട്ടാണ് ഒരാൾ വോട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ അതൊക്കെ വലിയ വിഡ്ഢിത്തരായി മാറും. ഇനി
ഇപ്പോൾ ദീപിക പത്രത്തെ ചൊല്ലിയാണല്ലോ ഈ പ്രശ്നം തുടങ്ങിയിരിക്കുന്നത്. ദീപിക പത്രം ഏത് സഭയുടെ മുഖപത്രമാണ്? ദീപിക പത്രത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സഭയെ അപമാനിക്കുകയാണ് എന്ന് നിങ്ങളൊക്കെ കൂടെ ഒരു നറേഷൻ കൊണ്ടുവരുന്നു. ഏത് സഭയുടെ പത്രമാണ് ദീപിക? ഏത് സഭയുടെ മുഖപത്രമാണ് ദീപിക? ഒരു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.